എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇന്നൊരു സിമ്പിൾ ഒരു ഒഴിച്ച് കറി, നല്ലൊരു ചൊടി ഉണ്ടാവും നമുക്ക് കഴിക്കാൻ. വഴുതിനിങ്ങ ചെറുതായി മുറിച്ചത്, ഉള്ളി, പിന്നെ നമുക്ക് വേണ്ടത് വറക്കാൻ, ആദ്യം എണ്ണയിൽ വറക്കാൻ ഉള്ളി, വെളുത്തുള്ളി, ജീരകം, പെരുംജീരകം, 3 ചുവന്ന മുളക്, ഉലുവ പൊടിച്ചത്. പിന്നെ നമുക്ക് വേണ്ടത് കൊറിയാണ്ടർ മുഴുവനായിട്ടുള്ളതുണ്ടെങ്കിൽ നന്നായിരിക്കും അത്. പിന്നെ എണ്ണ, ഉപ്പ്, മഞ്ഞൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പുളി കുറച്ച് വെള്ളത്തിൽ കലക്കിയത്. അടുപ്പത്ത് തവ വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയോ നല്ലെണ്ണയാണെങ്കിലും നന്നായിരിക്കും. ഇതിപ്പോൾ ഒരു തമിഴ്നാട് സ്റ്റൈൽ ഇതാണ്. അതിന് നല്ലെണ്ണ ഒഴിച്ചാലും നന്നായിരിക്കും. നമുക്ക് വെളിച്ചെണ്ണയോടെ ഇഷ്ടം എന്ന് വെച്ചാൽ. പിന്നെ ഞാൻ ഇതൊക്കെ കാണിച്ചില്ലേ, ഇതെല്ലാം കൂട്ടിയിട്ട് ഓരോന്നായിട്ട് ഇടാം. ഓക്കെ, ആദ്യം കുറച്ച് ജീരകമിട്ടു, മുളകിട്ടു, സിമ്മിൽ വയ്ക്കും കേട്ടോ. എരിവ് അനുസരിച്ചിട്ട്, എരിവ് നല്ലോണം വേണമെങ്കിൽ എരിവ് ഇടാം. പെരുംജീരകം, ഉള്ളി, വെളുത്തുള്ളി, ഉലുവപ്പൊടി എൻ്റെ കയ്യിലുണ്ട്. ഉലുവയാണെങ്കിൽ ഉലുവ ഇടാം. ഓക്കെ, ഒന്നാവുന്ന സമയത്ത് നമ്മൾ നമ്മുടെ തേങ്ങയിടും. ഇടുമ്പോൾ നമ്മുടെ കൊറിയാണ്ടർ പൗഡർ ഇടുക. കരിവേപ്പില ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. അധികം കരിയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. അതിൻ്റെ ഒരു പച്ച മണം മാറാൻ വേണ്ടിയിട്ട് ആ കൊറിയാണ്ടർ പൗഡറിൻ്റെ നന്നായിട്ട് വറുത്തെടുക്കുക. വറുത്തത് നമുക്ക് അരച്ചു കൊണ്ടുവരാം. കുറച്ച് എണ്ണ ഒഴിക്കുക. നമ്മുടെ പച്ചക്കറി വഴുതിനിങ്ങയും ഉള്ളിയും അതൊന്ന് ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കാം. സ്പൂണ് മഞ്ഞൾപ്പൊടി, പുളി വെള്ളം ഒഴിച്ച്, കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളക്കട്ടെ. അരച്ചതും ചേർത്ത്. കട്ടിയായിട്ടാണെങ്കിൽ കട്ടിയായി എടുക്കുക, അല്ല കുറച്ച് നമുക്ക് കൂട്ടി കഴിക്കാൻ പാകത്തിൽ. അങ്ങനെയാകുമ്പോൾ ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം വെല്ലത്തിൻ്റെ കഷ്ണവും കരിവേപ്പിലയും ഇട്ട് നമുക്ക് കടുക് താളിച്ചിട്ട് യൂസ് ചെയ്യാം. കടുക് വറുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നന്നായിരിക്കും ഇത്. ഓക്കേ.